ഹലോ, എൻ്റെ ജീവിതത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നെന്നും മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് ദിവസത്തിലൂടെ കേട്ടോ ഞാൻ കടന്നുപോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിന് ഒറ്റ ഉത്തരവുള്ളൂ, ദ ബീച്ച്. കണക്ക് കൂട്ടി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 7 ബീച്ചോളം കണ്ടു കഴിഞ്ഞെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എണ്ണത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ബീച്ചുകളിൽ ഒരു ബീച്ചാണ് സോളിമാർ ബീച്ച്. ഈ ബീച്ചിനെ ഇത്ര അടിപൊളിയാക്കാൻ കാരണം ഈ കഫേയാണ്. എത്ര ഭംഗിയായിട്ടാണ് ഇവർ ഓരോ സ്ഥലവും അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതല്ലേ. ബാർ വിത്ത് കഫേ ആണ് സോളിമാർ ബീച്ച്. ഇവിടെ കൂടുതലും ഫോറിനേഴ്സിനാണ് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അത്രക്കും ഭംഗിയാണ് ഈ സോളിമാർ ബീച്ച്. ഈ കഫേയിലെ ഒരുവിധം എല്ലാ ഭാഗവും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. അത് നമ്മൾ കണ്ണിനെ കൊണ്ട് കാണുന്ന അത്ര ഭംഗിയിൽ ഒരിക്കലും ഒരു വീഡിയോയിലോ ഫോട്ടോയിലോ കാണാൻ പറ്റില്ല. ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത് സുഹേൽക്കാണ്. സുഹേൽക്ക ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രട്ടോ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയത്. ഈ പന്തൽ പോലെ കാണുന്നതേ ഏതെങ്കിലും കാലം ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഞാൻ പിൻട്രസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടപ്പോഴാണ് മനസ്സിലായത് അതൊരു ഹാൻഡ് മെയ്ഡ് അല്ല. ഇവിടുത്തെ വ്യൂ, ഇവിടുത്തെ കാറ്റ്, ഇവിടുത്തെ ഫുഡ് എല്ലാം അടിപൊളിയാണ്. ബഹ്റൈനിൽ ഇപ്പൊ എന്താ കാണാനുള്ളതെന്ന് എന്നോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ എത്തുന്നവരേക്കും എനിക്ക് അതിനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കേട്ടോ, ബഹ്റൈനിൽ കാണാനേ കുറെ ഉണ്ട്. കുട്ടികളുള്ളത് കൊണ്ട് 6 മണി വരെ ഞങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോളിമാർ ബീച്ചിലേക്ക് ഫാമിലി വരാൻ ഉദ്ദേശിക്കുന്നവർ 6 മണിക്ക് മുന്നേ ആയിട്ട് വരാൻ നോക്കും. 6 മണിക്ക് ശേഷം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും ഇവിടെ അലൗഡ് അല്ല. സൺസെറ്റ് ഇവിടെ നേരത്തെ ആയതുകൊണ്ട് രാത്രി എങ്ങനെ ഉണ്ടായിരിക്കുന്നുള്ള ഏകദേശം ഐഡിയ ഞങ്ങൾക്ക് കിട്ടി. ടൈം ആയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് അടുത്തൊരു സ്പോട്ടിലേക്കാണ്. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.